തോൽവി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപി. തൃശൂരിൽ നിന്ന് പ്രതാപനെ മാറ്റി, സിറ്റിംഗ് എംപിയെ മാറ്റി പകരം UDF കോൺഗ്രസ് അവിടെ വടകര MP ആയിരുന്ന മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുന്നു. പത്മജയുടെ BJP പ്രവേശനം കോൺഗ്രസിലുണ്ടാക്കിയ ആഘാതം ചെറുതൊന്നുമല്ലായിരുന്നു. ആ ചെറുതിനെ മറികടക്കാൻ മുരളീധരൻ എന്ന വജ്രായുധം ഒരുക്കിയാണ് കോൺഗ്രസ് കളിച്ചത്. ആ കളി സ്ഥലത്ത് തന്നെ കൊണ്ടിരിക്കുന്നു. സുരേഷ് ഗോപി തോൽവിയിൽ ഭയന്നു. അതുകൊണ്ടാണോ ഇന്ന് പ്രവർത്തകരോട് അദ്ദേഹം ശുഭിതനായത്, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ കോപിഷ്ടനായത്? സുരേഷ് ഗോപിയുടെ കോപാഗ്നിയിൽ പ്രവർത്തകർ വെന്തുരുകിയോ എന്നാണ് തൃശ്ശൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ ഒരു എലക്ഷൻ കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 2024 ഈ എലക്ഷൻ വളരെ കൗതുകം നിറഞ്ഞത് തന്നെയായിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. പത്മജ വേണുഗോപാൽ BJP പ്രവേശിക്കുന്നു. സുരേഷ് ഗോപി പത്മജ പോകുന്നതിന് മുമ്പ് തന്നെ ശ്രീ കരുണാകരന്റെ സ്വപ്നഭൂമിയായ തൃശ്ശൂര് അദ്ദേഹം എങ്ങനെയാണോ സ്വപ്നം കണ്ടത് അതുപോലെ ആക്കി തീർക്കുമെന്ന വാഗ്ദാനം കൊടുത്ത് മുന്നേറുന്നു. പറഞ്ഞു വെച്ച പോലെ 2 ദിവസത്തിന് ശേഷം പത്മജ BJPയിൽ ചേരുന്നു. ശേഷം കോൺഗ്രസ് അടുത്ത കരു നീക്കുന്നു. സിറ്റിംഗ് MP പ്രതാപനെ മാറ്റി വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരിലേക്ക് ഇറക്കുന്നു. വീണ്ടും ടിസ്റ്റ് അടിക്കുന്നു. സുരേഷ് ഗോപി ആ ഒരു ഞെട്ടലിൽ നിന്ന് മാറിയില്ല. ഇന്ന് ഇലക്ഷൻ പ്രചരണത്തിനായി പോകുമ്പോൾ ബൂത്ത് അംഗങ്ങൾ കുറഞ്ഞു പോയതിൽ സുരേഷ് ഗോപി കോപിഷ്ടനാകുന്നു. ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകും, രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിക്കും. എന്താണ് ഒരു ബൂത്ത് ചെയ്യേണ്ടത്? ബൂത്തിന്റെ കടമ എന്താണ്? ബൂത്ത് പ്രസിഡന്റിന്റെ കടമ എന്താണ്? പാവം പിടിച്ച പ്രവർത്തകർ. തൃശ്ശൂരിൽ BJP വലിയ സംഘടനാ ശക്തിയുള്ള കേന്ദ്രമൊന്നുമല്ല. എങ്കിലും സുരേഷ് ഗോപി എന്ന ഫാക്ടർ കൊണ്ട് ജനം കൂടുന്നു. അദ്ദേഹം പോയി നന്നായി സംസാരിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന പ്രവർത്തകർ ഇറങ്ങുന്നു. അവരൊന്നും ഒരു ഫുൾ ടൈമറോ അവർക്കാരും ചെലവിന് കൊടുത്തിട്ടൊന്നും അല്ല. BJP എന്ന് പറയുന്ന പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് അവരെയാണ് സുരേഷ് ഗോപി ആജ്ഞാപിക്കാൻ ശ്രമിക്കുന്നത്. പാവം പിടിച്ച വനിതാ പ്രവർത്തകർ അവർ കേട്ട് ശരിക്കും ഞെട്ടലാകുന്നു. എന്താണ് സുരേഷ് ഗോപി സാറി പറയുന്നതെന്ന ചിന്തയിലായിപ്പോയി പാവങ്ങൾ. അല്ലാതെ എന്തു പറയാനാണല്ലേ? സുരേഷ് ഗോപിയുടെ ആ ഒരു വിഷ്വല് നിങ്ങളൊന്ന് കാണണം. അതിനെന്നെ സഹായിച്ചാലും നാളെ ഞാൻ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. എന്താണ് ബൂത്തിന്റെ ജോലി? ബൂത്തിന്റെ ഇൻചാർജിന്റെയും ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി എന്താണ്? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാൽ? എന്താവശ്യത്തിനാണ്? നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് ഉണ്ടാവുന്നത്. നിങ്ങൾ ബൂത്തുകാർ മനസ്സിലാക്കുന്നു, നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത്, നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിനെന്നെ സഹായിച്ചാലും നാളെ ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് പ്രവർത്തിച്ചോളാം. ഒരു താല്പര്യമില്ല. ഭയങ്കര കഷ്ടമാണ് കേട്ടത്. നിങ്ങൾ കണ്ടല്ലോ, ബൂത്ത് പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ നിഷ്കളങ്കരായ സ്ത്രീകളാണ്. അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്. അവർക്ക് ആ പ്രദേശത്തേക്ക് പോകാൻ കഴിയില്ലാണ് അവർ പറയുന്നത്. അപ്പൊ സുരേഷ് ഗോപി പറയാം, കഴിയാത്തടത്തോട്ട് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തിയത്? ചില പ്രദേശങ്ങളിലുണ്ട്, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം അങ്ങനെയാണ്. ചില പ്രദേശങ്ങൾ ചിലരുടെ കീഴിലായിരിക്കും. അവിടേക്ക് ഇപ്പോൾ BJPക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് മറ്റൊരു പാർട്ടിക്കാരൻ പോകാൻ പറ്റില്ല, CPMന് ആധിപത്യമുള്ളത് കയറാൻ പറ്റില്ല. പക്ഷെ കോൺഗ്രസിന് ആധിപത്യമുള്ളത് ആർക്കും കയറി പോവാം. പക്ഷെ അവിടെ പ്രതികരിക്കുന്ന ചില കോൺഗ്രസിന്റെ കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യം, യാഥാർത്ഥ്യം. എന്തായാലും സുരേഷ് ഗോപി കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മുരളീധരന്റെ വരവിനെ സുരേഷ് ഗോപി ശരിക്കും ഭയക്കുന്നുണ്ട്. ആ ഭയത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. സുരേഷ് ഗോപി മുരളീധരൻ എന്ന വാക്ക് ഉച്ചരിച്ചിട്ടില്ല. പത്മജയുടെ പ്രവേശനത്തെക്കുറിച്ച് ഒന്നും പറയുന്നുമില്ല. സുരേഷ് ഗോപി ശരിക്കും അങ്കലാപ്പിലാണ്. മുരളീധരൻ വന്ന് തൻ്റെ അതേ സ്ട്രാറ്റജി പുറത്തെടുത്താൽ, കരുണാകരന് വേണ്ടിയുള്ള വോട്ട് ചോദിപ്പെടുത്താൽ എന്തായി പോകുമെന്നുള്ളൊരു ഭയം സുരേഷ് ഗോപിയുടെ ഉള്ളിലുമുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി 2 തവണയാണ് തൃശ്ശൂർ വന്നത്. എല്ലാം ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി കിരീടം കൊടുത്തതും
അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഗുരുവായൂർ വെച്ച് മകളുടെ വിവാഹം കഴിപ്പിച്ചതും അതിന്റെ ഭാഗമാണ്. എല്ലാം ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെയാണ്. ആ സ്ട്രാറ്റജിക്ക് തൊട്ടാണ് മുരളീധരന്റെ വരവും സുരേഷ് ഗോപിയുടെ ഈ നെറ്റലും. സുരേഷ് ഗോപി ശരിക്കും ഇലക്ഷനിൽ പരാജയ ഭീതിയിലാണോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്തായിരിക്കും വരും ദിവസങ്ങളിൽ സംഭവിക്കുക? സുരേഷ് ഗോപി കഴിഞ്ഞ വർഷം വിളിച്ച വോട്ടിനെക്കാട്ടി ഒരു 32-33% വോട്ടെങ്കിലും പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പരാജയം തന്നെയായിരിക്കും. രണ്ടാമതോ മൂന്നാമതോ പോകുന്നതല്ല അവിടുത്തെ വിഷയം. വോട്ട് വർദ്ധിപ്പിക്കാനെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ രാഷ്ട്രീയ അസ്തമയത്തിനായിരിക്കും തൃശ്ശൂരിന്റെ ഭൂമിക സാക്ഷ്യം വഹിക്കുന്നത്.